ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആണ്. അപ്പം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും കീർത്തി ഇൽഫോർഡ് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇൽഫോർഡ് പോകാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഒത്തിരി നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും പിന്നെ ഒരുപാട് ഇന്ത്യക്കാരുള്ള സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആക്ച്വലി. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഫേമസ് മാളാണ്. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ആദ്യം പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത്ര വിചാരിച്ചില്ല ഇതൊരു വലിയൊരു മാളാണെന്ന്. കാരണം അതൊരു ചെറിയൊരു ഇടുങ്ങിയ ഒരു പ്ലേസിലാണ് അതിൻ്റെ ആ ഒരു എംബ്ലവും അതിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു മാളാണെന്ന്. പക്ഷേ അകത്ത് കയറി ഒരുപാട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും അതൊരു നെവർ എൻഡിങ് പ്ലേസ് പോലെ തോന്നി. കാരണം ഓരോ സൈഡിലോട്ട് ചെല്ലുമ്പോൾ പിന്നെയും അത് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന പോലെ തോന്നി. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു മാളാണ് കേട്ടോ, പറയാതിരിക്കാൻ മേല. നല്ല വൃത്തിയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് തരുന്നൊരു നല്ലൊരു ഫീലിങ്സ് തരുന്നൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ. കാരണം വെറുതെ നടക്കാനാണെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നൊരു സ്ഥലമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ H&M കയറി, പിന്നെ നെക്സ്റ്റിൽ കയറി, പിന്നെ ന്യൂ ലുക്കിൽ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായി. പിന്നെ തീരുമാനിച്ചു അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നമ്മുടെ, അതായത് ഫുഡാണ് മുഖ്യം ബിഗ്ലേ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ഇൻസ്റ്റ തപ്പിയപ്പോൾ കിട്ടിയതാണ് പാണ്ഡ്യാസ് റെസ്റ്റോറൻറ്റ്. അതൊരു തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഓർത്തു അവിടെ പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ തപ്പി പിടിച്ച് കുറേ നേരം എടുത്ത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ. ശരിക്കും ആ മാളിൻ്റെ സൈഡിലായിരുന്നത്. പക്ഷേ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴി തെറ്റി. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ പൊറോട്ട ഓർഡർ ചെയ്തു, ചിക്കൻ കറി, പിന്നെ മട്ടൻ ഉലർത്ത്, പിന്നെ സ്പെഷ്യൽ ഒരു ഐറ്റം, അത് മധുരൈ സ്പെഷ്യലാണെന്നാണ് കീർത്തി പറഞ്ഞത്. അതായത് കറി ദോശ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഏത് തരം കറി, അതായത് മട്ടൻ കറി ദോശയുണ്ട്, ചിക്കൻ കറി ദോശയുണ്ട്. അപ്പോൾ ചിക്കൻ കറി ദോശ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഇട്ടുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ആ ദോശ. അതായത് ദോശ ഉണ്ടായിട്ട് നമ്മുടെ ഈ ഓണിയൻ ഊത്തപ്പൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ചിക്കൻ കറി അതിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ദോശ. പക്ഷേ ടേസ്റ്റി ആയിരുന്നു കേട്ടോ, അതെനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചമ്മന്തി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വേറൊരു ഇത് കൂടെ ഉണ്ട്, അവിടെ ഉള്ളൊരു പേര് പറഞ്ഞ്, പക്ഷേ ഞാൻ മറന്നുപോയി എൻ്റെ പേര്. എനിവേ ഞാൻ കഴിച്ചു. പിന്നെ പൊറോട്ട നമ്മുടെ ഒരു വികാരമാണല്ലോ, അങ്ങനെ അതും